വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മസാല വെച്ചിട്ട് ഒരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ വെണ്ടയ്ക്ക് ഞാൻ പകുതിയായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഉപ്പിടണം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നമ്മളിത് കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്കിത് കുറച്ച് വെള്ളം വീഴ്ത്താം, അല്ലെങ്കിൽ മുളക് പൊടിയൊന്നും അതിൽ പിടിക്കില്ല. ലേശം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം. പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കാനായിട്ട് പോവാം. അടുപ്പത്തൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തിയുണ്ട്. അപ്പം നമ്മൾ കൂട്ടി വെച്ച വെണ്ടക്കായ ഇതിലിടണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടാ. നമ്മൾ വെച്ച വെണ്ടക്കായ നന്നായിട്ട് ഫ്രൈ ആയി ഞാൻ അതൊരു പാത്രത്തിലെടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് സവാള ചെറുതായി അരിഞ്ഞത് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വേപ്പില, പിന്നെ വറ്റൽമുളക് ഒരു 3 എണ്ണം, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിയതായിട്ട് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയിൽ ഉപ്പിട്ടുണ്ട്, എന്നാൽ ഈ സബോളയ്ക്ക് ഇട്ടപ്പോൾ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയി. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ചില്ലി ഫ്ലാക്സ് ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടാം. ഒരു 1/2 സ്പൂൺ മതി കേട്ടോ. ഇതൊക്കെ നന്നായി ഫ്രൈ ആയി. നമ്മൾ ഫ്രൈ ആക്കി വെച്ച വെണ്ടക്കായ ഇതിലിടാം. നമ്മൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് നാരങ്ങ നീര് വീത്താം, ഒരു നേരിയ പുളിക്ക്. അപ്പോൾ നമ്മുടെ മസാല വെച്ച വെണ്ടയ്ക്ക കറി തയ്യാറായി. അപ്പോൾ നമ്മുടെ മസാല വെണ്ടയ്ക്ക കറി തയ്യാറായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.